ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പം വിഷുവൊക്കെ വരുവാണ്. അപ്പം എൻ്റെ ഒരു കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ ഇല്ലാതെ എങ്ങനെയാണ്? ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഈ വർഷം കൂടി ഒന്ന് ചെയ്യാമെന്ന് തോന്നി. അപ്പം ഞാൻ എടുക്കാമെന്ന് വെച്ചു. ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഷൂട്ട് ചെയ്യാൻ ഇരിക്കുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫേസിലുള്ള പൊട്ടൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ വെറുതെ വെച്ചതായിരുന്നു, പൊട്ട് സ്റ്റൈലിന് വേണ്ടി വെറുതെ വെച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ടോണർ ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ടോണർ ഇട്ട് കൊടുക്കുവാണ്. ഇത് പ്ലമ്മിൻ്റെ ടോണറായിരുന്നു. അങ്ങനെ ടോണർ ഇട്ട് കൊടുത്തു. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഹെയറൊക്കെ കിടക്കുന്നതുകൊണ്ട് ഞാനൊരു ബാൻഡ് ഇട്ട് കൊടുത്തു. അപ്പോഴാണ് ഞാൻ എൻ്റെ ഫുൾ സൈസ് മിററിൽ നോക്കി ചിരി വന്നുപോയി. അങ്ങനെ വെറുതെ കുറച്ച് സമയം എന്നെ ഞാൻ തന്നെ മിററിൽ നോക്കി നിന്നു. അടുത്ത് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് മോയ്സ്ചറൈസറാണ്. ഇത് അക്വലോജിക്കയുടെ മോയ്സ്ചറൈസറാണ്. അങ്ങനെ അതിട്ട് കൊടുക്കാൻ പോവാണ്. നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം വിഷുവല്ലേ, അപ്പം ഞാൻ ഈ സ്കേർട്ടും ഒരു ബ്ലൗസുമാണ്. ഇത് ഞാൻ വേറെ ഒരു കാര്യത്തിന് വേണ്ടി സ്റ്റിച്ച് ചെയ്ത്, ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതായിരുന്നു ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. ഇത് ഞാൻ വേറെ ബ്ലൗസ് വെച്ചിട്ടൊക്കെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എല്ലാം നല്ലോണം സൂട്ടാവുന്നുണ്ട്. സ്കേർട്ട് ഇങ്ങനത്തെ സെറ്റ് ആ മോഡലാകുമ്പോൾ നമുക്ക് ഏത് കളർ ബ്ലൗസും സൂട്ടാവുന്നുണ്ട്. അപ്പം കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഞാൻ ധാവണിയായിട്ടും ഇട്ട് നോക്കിയിട്ടുണ്ട്. ഇതുപോലെ സ്കേർട്ടും ബ്ലൗസും മാത്രമായിട്ട് ഇട്ട് നോക്കിയിട്ടുണ്ട്. നല്ല ലുക്കാണ്, അടിപൊളിയാണ്. പിന്നെ ഞാൻ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുവാണ്. ഇത് ഡെർമാൻ്റെ സൺസ്ക്രീനാണ്, അടിപൊളി സൺസ്ക്രീനാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഐബ്രോസൊക്കെ ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഞാനിങ്ങനെ അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു. ചെറുതായിട്ട് ഐബ്രോസ് എടുത്തുകൊണ്ട് അത്ര കാര്യമായിട്ട് ചെയ്യാനൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ NYBയുടെ ഫൗണ്ടേഷനും സ്ട്രോപ്പ് ക്രീമും കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം സ്ട്രോപ്പ് ക്രീം അപ്ലൈ ചെയ്താൽ കുറച്ചുകൂടി ഒരു ഗ്ലോയി ഫിനിഷ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണ്. അപ്പം നന്നായിട്ട് അപ്ലൈ ചെയ്ത് അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുവാണ്. നമ്മളിവിടെ പറഞ്ഞെത്തി കണി വെക്കുന്ന കാര്യം. അപ്പം ഞാനായിരുന്നു കല്യാണത്തിന് മുന്നേ വരെ എൻ്റെ വീട്ടിൽ കണി വെച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം വിഷുവിൻ്റെ കണി വെക്കുന്നത്. ഞാൻ രാത്രി തന്നെ ഒരു 12 മണി അങ്ങനെ ആകുമ്പോഴേക്കും ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കും. കളമൊക്കെ വരച്ച് ആവശ്യമുള്ളതൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് ഒരു ന്യൂസ് പേപ്പറൊക്കെ വെച്ച് കവർ ചെയ്തിട്ടാണ് ഉറങ്ങും. അപ്പം ഞാൻ രാവിലെ എണീറ്റ് ഒരു 4 മണി അങ്ങനെയൊക്കെയുള്ള ടൈമിലാണല്ലോ നമ്മൾ കണി കാണും. ആ ടൈമിന് എണീറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ടാണ് എല്ലാവരെയും വിളിക്കുക. ഞാനായിരുന്നു കണി വെക്കാറ്. കുറേ കല്യാണം കഴിയുന്ന മുന്നേ വരെയുള്ള കുറേ വർഷം ഞാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ ഇഷ്ടപ്പെട്ട പരിപാടിയായിരുന്നു കണി വെക്കുന്നത്. നല്ല രസമല്ലേ, നമ്മൾ കണി വെച്ച് വേറെ ആൾക്കാരെ വിളിച്ച് എണീപ്പിച്ച് കാണിക്കുന്നത്. ഈ കണി വെക്കുന്ന ആൾക്കാർ കണി കാണാൻ പറ്റില്ലല്ലോ എന്ന് പറയും. പക്ഷേ രാവിലെ എണീക്കുമ്പോൾ അതടി ഉണ്ടല്ലോ, ഞാൻ രാത്രി സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ. അതൊരു നല്ല ഐഡിയ ആണ്. ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അങ്ങനെയാണ്. അപ്പോൾ നമ്മളിതാ മേക്കപ്പ് നടന്നുകൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ കണ്ണെഴുതുവാണ്. ഞാൻ കാജലിട്ടിട്ടുണ്ട്. ഇത് NYBയുടെ തന്നെ കാജൽ സ്റ്റിക്കാണ്. അപ്പം ഞാനത് യൂസ് ചെയ്തിട്ട് കണ്ണെഴുതുന്നുണ്ട്. കണ്ണെഴുതി എനിക്ക് കുറച്ച് എരിയും കണ്ണ്, പക്ഷേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. നല്ല രസമുണ്ട്. കുറേ അങ്ങനെ അധികം യൂസ് ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പം ഞാൻ ഇട്ടെടുത്തു. മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഐലൈനറും NYBയുടെ തന്നെയാണ്. കാജലും മസ്കാരയൊക്കെ NYBയുടെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അടുത്ത ഞാൻ 2 ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്യാനാണ് പ്ലേ ചെയ്യുന്നത്. ഇത് മേബിലിൻ്റെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡും നൈക്കയുടെ മദ്രാസ് കാപ്പി എന്ന് പറഞ്ഞ ഷെയ്ഡുമാണ്. അപ്പോൾ അത് രണ്ടും മിക്സ് ചെയ്തിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡ് കിട്ടുന്നുണ്ട്. ഇത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് ആർട്ടിസ്റ്റ്. അപ്പം ഞാൻ ആ ന്യൂഡ് കൂടി മിക്സ് ചെയ്തപ്പം കുറച്ചൊരു നല്ലൊരു ഷെയ്ഡ്, ഒരു വെറൈറ്റി ഷെയ്ഡ് എനിക്ക് കിട്ടി. എനിക്കിഷ്ടപ്പെട്ടു. ലാസ്റ്റ് നിങ്ങളത് കണ്ടോളൂ. കുറച്ച് കഴിഞ്ഞിട്ടപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ടാകുമ്പം ഓക്കെ. അപ്പം അതാണ്. അടുത്തതായി ഞാൻ കവളൊക്കെ ഒന്ന് ചുവപ്പിക്കാമെന്ന് വിചാരിച്ചു. ചുവപ്പല്ല, ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് പീച്ച് കളറാണ്. ഒരു ടൈപ്പ് കളറാണ് വരുന്നത്. ഇത് NYBയുടെ ബ്ലഷാണ്. നല്ല അടിപൊളി ബ്ലഷാണ്. അപ്പോൾ ഇതെനിക്കിഷ്ടപ്പെട്ടു. നല്ല ഡിഫറൻസ് ആണ്. ഇതിൽ ഈ സൈഡിലും ഒരു സൈഡ് ഇട്ടപ്പോഴും അവർ സൈഡിലിടാത്ത സൈഡിലുള്ള ഡിഫറൻസ് അടിപൊളിയാണ്. അടുത്തത് ഞാൻ നന്നായിട്ട് ഫേസിൽ ഹൈലൈറ്റർ ഇട്ട് കൊടുക്കാൻ പോകുന്നുണ്ട്. ഹൈലൈറ്റ് ഇട്ടിട്ട് ബൾബ് എത്തിച്ച പോലെ ആക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പം ഞാൻ തിളക്കിയെടുക്കണം എന്നുള്ള പ്ലാനിൽ. അപ്പം അത്യാവശ്യം നന്നായിട്ട് ആയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച പോലെയൊക്കെ സെറ്റായിട്ടുണ്ട്. കുറച്ചും കൂടി ഇടായിരുന്നു എന്ന് പിന്നെ തോന്നുന്നുണ്ട്. എന്നാലും ഓക്കെ, ഇത് മതി. അപ്പം നമുക്കിനി അടുത്തത് ഹെയറിലോട്ട് പോകാം. ഞാൻ മുടിയൊക്കെ അഴിച്ച് പറിച്ചിടുവാണ്. മുടിയൊക്കെ ഒന്ന് ചീകി സെറ്റായി ഒരു ഫേക്ക് മുല്ലപ്പൂ കുത്തിയിട്ട് റെഡി ആവാമെന്നാണ് ഞാൻ അതിനെ സെക്യൂർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്.
അപ്പം ഹെയർ നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഞാൻ മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് മിഡിൽ പാർട്ടീഷൻ എടുത്ത് ചെയ്യാൻ തുടങ്ങി. പണ്ട് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു രീതിയായിരുന്നു ഇങ്ങനെ സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ. പക്ഷേ ഇപ്പം ഇതിനോട് കുറച്ച് ഇഷ്ടം വന്നിട്ടുണ്ട്. ഇപ്പം കുറച്ച് കാലമായിട്ട് ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഹെയർ സ്റ്റൈൽ. മുല്ലപ്പൂ ഇല്ലാതെ എന്ത് ആഘോഷമില്ലേ? പക്ഷേ മുല്ലപ്പൂ ഇടയ്ക്കിടയ്ക്ക് പോയി വാങ്ങൽ അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ അത്യാവശ്യം ഫേക്ക് മുല്ലപ്പൂ വെച്ച് നിൽക്കുന്നത് നല്ലതായിരിക്കും. ഇത് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും, എന്നാലും ഇങ്ങനെ ഫോട്ടോസിനൊക്കെ നല്ലതാണ്. പെട്ടെന്നൊരാവശ്യത്തിന് മുല്ലപ്പൂക്കെ കിട്ടാൻ കുറച്ച് പണിയല്ലേ. ഇതാകുമ്പം നമുക്ക് ഏത് ടൈമിന് വേണമെങ്കിലും എടുത്ത് മുടിയിൽ ചുറ്റാം. എനിക്കിത് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. ഇതിന് ഞാൻ കുറച്ച് ഗ്രീൻ പെയിൻറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഫുൾ വൈറ്റ് ആയിരുന്നു. ഇതിലിപ്പോൾ രണ്ടെണ്ണം ഞാൻ വെച്ചിട്ടില്ല. ഒന്നിൽ ഞാൻ ഗ്രീൻ പെയിൻറ്റും ഇട്ടിട്ടുണ്ട്. ഒരു നാച്ചുറൽ എഫക്റ്റ് കിട്ടാൻ. പക്ഷേ സംഭവം ക്ലിക്കായില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഹാപ്പി വിഷു.